ജീവിതം നമ്മെ നിരന്തരം ഒരു കഠിനമായ സത്യത്തിന്റെ മുന്നിൽ നിർത്തുന്നു. ആളുകൾ വരുന്നു, ആളുകൾ പോകുന്നു. നമ്മൾ അവരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, സ്നേഹം വളർത്തുന്നു, വൈകാരികമായി ആഴത്തിൽ അടുക്കുന്നു. പക്ഷേ ഈ ബന്ധങ്ങൾ പെട്ടെന്ന് തകരുമ്പോൾ, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുമ്പോൾ, അല്ലെങ്കിൽ നിന്നേക്കാൾ അവർക്ക് അത്ര വൈകാരിക താൽപ്പര്യമില്ലെന്ന് മനസ്സിലാകുമ്പോൾ, ആ ഭാരം താങ്ങാൻ എങ്ങനെ കഴിയും? ഞാൻ ഇനി ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. വൈകാരികമായി എങ്ങനെ ഡിറ്റാച്ച് ആകും? സ്വയം ഒരു ഭാഗം നഷ്ടപ്പെടുത്താതെ ഇത് സാധ്യമാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. വൈകാരിക ഡിറ്റാച്ച്മെന്റ് എന്നത് തണുപ്പനും വികാരരഹിതനുമാകുക എന്നല്ല, മറിച്ച് ജീവിതത്തെ സ്പഷ്ടമായ മനസ്സോടും ആന്തരിക ശാന്തിയോടും കൂടി നേരിടാനുള്ള ശക്തി വീണ്ടെടുക്കുക എന്നാണ്. ഈ വീഡിയോയിൽ 5 പ്രധാന നിയമങ്ങൾ വിശദമായി പഠിക്കാം. ഇത് വെറും സിദ്ധാന്തമല്ല, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രായോഗികമായ പരിഹാരമാണ്. ജീവിതത്തിന്റെ താൽക്കാലികത മനസ്സിലാക്കുക. നമ്മൾ ഒരു വ്യക്തിയോട് വൈകാരികമായി അടുക്കുമ്പോൾ അവരെക്കുറിച്ച് ഒരു സ്വന്തം കഥ സൃഷ്ടിക്കുന്നു. ഈ വ്യക്തി എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവനാണ് എന്ന് ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം വളരെ ക്രൂരമാണ്. എല്ലാ ബന്ധങ്ങളും താൽക്കാലികമാണ്. ഒരു ദിവസം അടുത്ത ദിവസം അകന്ന്. ദൂരം, മരണം, തിരക്ക്, അല്ലെങ്കിൽ സാവധാനത്തിലുള്ള അകൽച്ച, ആളുകൾ പോകുന്നു. ഇത് മനസ്സിലാക്കിയാൽ നിനക്ക് വർത്തമാനകാലത്തെ കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. കടൽത്തീരത്ത് മണൽ ഒരു കൈ നിറയെ എടുത്ത് ബലമായി പിടിക്കുന്നത് പോലെയാണ് ജീവിതം. കൂടുതൽ ബലമായി പിടിക്കുമ്പോൾ അത് വേഗത്തിൽ വീഴും. എന്റെ സ്വന്തം അനുഭവത്തിൽ 10 വർഷത്തിലധികം നീണ്ട ഒരു സൗഹൃദമുണ്ടായിരുന്നു. എല്ലാം പങ്കുവച്ചിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ ബന്ധം മാറി. ഞാൻ പിടിച്ചുനിന്നപ്പോൾ വേദന കൂടുതൽ ആയി. അത് സ്വാഭാവികമായി അവസാനിച്ചു എന്ന് സ്വീകരിച്ചപ്പോൾ മാത്രമേ ഞാൻ സ്വതന്ത്രനായുള്ളൂ. നെഗറ്റീവ് വിഷ്വലൈസേഷൻ പരിശീലിക്കുക. ഒറ്റനോട്ടത്തിൽ ഇത് വിചിത്രമോ അപകടകരമോ ആയി തോന്നാം. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയെ നഷ്ടപ്പെടുന്നത് മനസ്സിൽ ബോധപൂർവം സങ്കൽപ്പിക്കുകയോ. പക്ഷേ ഇത് ഏറ്റവും ശക്തമായ ഒരു മാനസിക വ്യായാമമാണ്. നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരുമിച്ച് സങ്കൽപ്പിച്ച് സ്വയം വിഷമിപ്പിക്കരുത്. ഓരോ പ്രശ്നവും വരുമ്പോൾ ശാന്തമായ മനസ്സോടും ആത്മനിയന്ത്രണത്തോടും കൂടി നേരിടുക. എങ്ങനെ ചെയ്യണം? നിനക്ക് വളരെ അടുത്തുള്ള ആ വ്യക്തി നിന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറിയെന്ന് സങ്കൽപ്പിക്കുക. അവരില്ലാതെ ഒരു ദിവസം, ഒരു ആഴ്ച, ഒരു മാസം എങ്ങനെ ആയിരിക്കുമെന്ന് വിശദമായി ചിന്തിക്കുക. ആദ്യം അസ്വസ്ഥതയും വേദനയും തോന്നും. പക്ഷേ ആ വേദന മനസ്സിൽ ആവർത്തിച്ച് പരിശീലിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ അത് സംഭവിച്ചാൽ അതിന്റെ ആഘാതം വളരെ കുറവായിരിക്കും. എന്റെ ഒരു സുഹൃത്ത് വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഇത് പരീക്ഷിച്ചു. ദിവസവും അവരില്ലാത്ത എന്റെ ദിനചര്യ സങ്കൽപ്പിച്ചു. അവർ യഥാർത്ഥത്തിൽ പോയപ്പോൾ വേദന ഉണ്ടായിരുന്നെങ്കിലും ഞാൻ തകർന്നുപോയില്ല. മാനസികമായി ഞാൻ തയ്യാറായിരുന്നു. നഷ്ടം ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. എല്ലാം ഒരു ദിവസം മാറും, അല്ലെങ്കിൽ അവസാനിക്കും. ഒന്നും ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് ഇത് എപ്പോഴും ഉണ്ടാകണം എന്ന അനാവശ്യ പ്രതീക്ഷ കുറയും. അങ്ങനെ വരുമ്പോൾ നഷ്ടപ്പെടുമെന്ന ഭയവും കുറയും. നീ വർത്തമാനകാലത്തെ കൂടുതൽ നന്ദിയോടെ ആസ്വദിക്കും. യുക്തിപൂർവമായ ചിന്തയിലൂടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നു എന്ന് നാം പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. ബ്രേക്കപ്പ് ആകുമ്പോൾ വേദന, സങ്കടം, ദേഷ്യം, അസൂയ ഇവയെല്ലാം സ്വാഭാവികമായി വരുന്നു. പക്ഷേ ഈ വികാരങ്ങൾ സത്യമല്ല, അവ നിന്റെ ചിന്തകളുടെ ഫലമാണ്. നിനക്ക് നിന്റെ മനസ്സിന്റെ മേൽ അധികാരമുണ്ട്, പക്ഷേ പുറത്തുള്ള സംഭവങ്ങളുടെ മേൽ അല്ല. ബ്രേക്കപ്പ് ആകുമ്പോൾ നിന്റെ മനസ്സ് തുടർച്ചയായി പഴയ സംഭാഷണങ്ങൾ റീപ്ലേ ചെയ്യും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഫാക്ടുകൾ എന്താണ്? ഞാൻ ഈ സാഹചര്യത്തെ മറ്റൊരു രീതിയിൽ നോക്കിയാൽ എങ്ങനെയിരിക്കും? വികാരങ്ങളെ കൂടുതൽ വളർത്തുന്ന ചിന്തകൾക്ക് പകരം നിന്നെ മോചിപ്പിക്കുന്ന ചിന്തകൾ തിരഞ്ഞെടുക്കുക. നിന്റെ വികാരങ്ങൾ നിന്റെ ആന്തരിക സംഭാഷണത്തിന്റെ ഫലമാണ്. അതിനെ ചോദ്യം ചെയ്യുക, അന്ധമായി വിശ്വസിക്കാതിരിക്കുക. നിന്റെ നിയന്ത്രണത്തിലുള്ളത് മാത്രം ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ശക്തവും പ്രായോഗികവുമായ പാഠങ്ങളിലൊന്ന് ഇതാണ്. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് ചിന്തകൾ, പ്രവൃത്തികൾ, പ്രതികരണങ്ങൾ, ഇവ മാത്രം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ പെരുമാറ്റം, അവരുടെ വികാരങ്ങൾ, സംഭവങ്ങളുടെ ഫലം, ഇവയൊന്നും നിന്റെ നിയന്ത്രണത്തിലല്ല.
നിനക്ക് ഒരാളോട് ആഴത്തിലുള്ള വൈകാരിക ബന്ധം ഉണ്ടെങ്കിൽ അവരും നിന്നെ അത്രയും സ്നേഹിക്കണം, നിന്നെ വിലമതിക്കണം, നല്ല രീതിയിൽ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നിനക്ക് അവരുടെ ഹൃദയം നിയന്ത്രിക്കാൻ കഴിയില്ല. നിനക്ക് നിയന്ത്രിക്കാവുന്നത് നിന്റെ സ്വന്തം പ്രതികരണം മാത്രമാണ്. ഒരു ബന്ധത്തിൽ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അവർ അകന്നാൽ അവരെ മാറ്റാൻ ശ്രമിക്കുന്നത് വെറുതെയാണ്. അത് നിന്നെ കൂടുതൽ വിഷമത്തിലാഴ്ത്തും. പകരം നിന്റെ സ്വന്തം മൂല്യം, നിന്റെ പ്രവൃത്തികൾ, നിന്റെ മനഃശാന്തി ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ സന്തോഷവും മനഃശാന്തിയും മറ്റൊരാളുടെ പെരുമാറ്റത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. നിന്റെ വൈകാരിക സന്തുലനം നിങ്ങൾ സ്വയം സൃഷ്ടിക്കുക. അങ്ങനെ ചെയ്താൽ നിനക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കും. വലിയ ചിത്രം കാണുക. വൈകാരിക പ്രതിസന്ധിയിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ചെറിയ കാര്യങ്ങളിൽ മാത്രം ലഭിക്കും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നിങ്ങനെ ചിന്തകൾ കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഈ വേദന, ഈ ബന്ധം, ഈ നഷ്ടം, ഇത് മുഴുവൻ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. 5 വർഷം കഴിഞ്ഞാൽ ഇത് ഇപ്പോഴുള്ളത്ര വേദനിപ്പിക്കുമോ? ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും നിർവചിക്കുന്നുണ്ടോ? നിങ്ങൾ മുമ്പും വലിയ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അവ മാറി മുന്നോട്ട് പോയി കൂടുതൽ ശക്തനായി. ഇപ്പോഴും അതേപോലെ തന്നെ സംഭവിക്കും. ജീവിതം വലുതാണ്. ഒരു ബന്ധം മാത്രമല്ല നിന്റെ പൂർണ്ണകഥ. എല്ലാം താൽക്കാലികമാണ്. ബന്ധങ്ങൾ, വികാരങ്ങൾ, സന്തോഷം, വേദന എല്ലാം മാറുന്നു. വലിയ ചിത്രം കാണുമ്പോൾ നിനക്ക് ആന്തരിക ശാന്തി ലഭിക്കും. നിങ്ങൾ അമിതമായി പിടിച്ചിരിക്കുന്നത് വിട്ടുകൊടുക്കാൻ എളുപ്പമാകും. പ്രിയ സുഹൃത്തേ, വൈകാരികമായി അകലുക എന്നത് നിന്റെ വികാരങ്ങളെ കൊല്ലുകയോ മറ്റുള്ളവരോട് തണുപ്പനായി അകന്നു നിൽക്കുകയോ അല്ല. അത് യഥാർത്ഥത്തിൽ നിന്നെ തന്നെ മോചിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നിന്നെ ബന്ധിക്കുന്ന അമിതമായ ആസക്തിയിൽ നിന്ന് സ്വയം സ്വതന്ത്രനാകുന്നതാണ്. നമ്മൾ ഇന്ന് പഠിച്ച ഈ 5 നിയമങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ നീ മാറും. നിന്നുള്ളിൽ ഒരു പുതിയ ശക്തി ഉണരും. നിനക്ക് ഇനി ആരുടെയും സാന്നിധ്യത്തെയോ അഭാവത്തെയോ ആശ്രയിച്ച് ജീവിക്കേണ്ടതില്ല. നിന്റെ സന്തോഷം, നിന്റെ മനഃശാന്തി, നിന്റെ മൂല്യം ഇവയെല്ലാം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഓർക്കുക, ഓരോ നഷ്ടവും ഒരു പുതിയ തുടക്കത്തിന്റെ വാതിൽ തുറക്കുന്നു. ഓരോ അകൽച്ചയും നിന്നെ കൂടുതൽ ശക്തനാക്കാനുള്ള അവസരമാണ്. ഇന്ന് നീ വേദനിക്കുന്നുണ്ടെങ്കിൽ പോലും നാളെ നീ ഇന്നത്തെ നിന്നേക്കാൾ ധൈര്യശാലിയും സന്തുഷ്ടനും സ്വതന്ത്രനുമായിരിക്കും. നിന്റെ ഹൃദയം ഇനി മറ്റൊരാളുടെ കയ്യിൽ അടിമയല്ല, അത് നിന്റേതാണ്. നിന്നോട് തന്നെ സ്നേഹം വയ്ക്കുക. നിന്നെ തന്നെ വിശ്വസിക്കുക. ജീവിതം നിനക്ക് ഇനിയും ഒരുപാട് സൗന്ദര്യങ്ങൾ സമ്മാനിക്കാൻ പോകുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ സന്തോഷങ്ങൾ ഇവയെല്ലാം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് നിന്നോട് തന്നെ ഒരു വാഗ്ദാനം ചെയ്യൂ: ഞാൻ എന്നെ സ്നേഹിക്കും. ഞാൻ എന്നെ മോചിപ്പിക്കും. ഞാൻ സന്തോഷത്തോടെ മുന്നോട്ടു പോകും. നിനക്ക് ഈ യാത്രയിൽ ഏറ്റവും മനോഹരമായ ഭാവി ആശംസിക്കുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകൂ. നല്ല ദിനങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നുണ്ട്.